പല ആൾക്കാരെ ഉറക്കം കിടത്തുമല്ലോ താങ്കൾ. അതൊന്നും ഇല്ല, അതൊക്കെ അവർ തിരുത്തട്ടെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ പ്രായശ്ചിത്തം ചെയ്യും എപ്പോഴും ഈ ഇങ്ങേർക്കും ചെയ്യാമല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സഹായമൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട്. രഞ്ജിത്തിന് പിന്നെ അത് ചെയ്തു പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാം. അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിച്ചു. ഇപ്പം പ്രേംകുമാറിന്റെ വിഷയത്തിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? പ്രേംകുമാർ സീരിയലിനെ കുറിച്ച് പറഞ്ഞു എൻഡോസൾഫാനും ദുരിതമാണെന്നാണ് പറയുന്നത്. അതിലൂടെ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞത് ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉള്ളത്. ഇവിടെ വരുന്ന മുക്കാഭാഗം സീരിയലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എല്ലാം ഹിറ്റായ ശേഷമാണ് ഇവിടെ റീമേക്ക് ചെയ്യുന്നത്. എല്ലാ ഭാഷയിലും ഉണ്ട് ഇന്ത്യയിൽ, ലോകം മുഴുവൻ. അമേരിക്കയിലുണ്ട് സീരിയലുകൾ, ലണ്ടനിലുണ്ട് സീരിയലുകൾ, ജപ്പാനിലുണ്ട്. അവിടെ എല്ലാ ഭാഷയിൽ സീരിയൽ എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ്. അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും മിക്കവാറും ചർച്ച അത് വരുന്നത്. അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടും, ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടത്തില്ല. അതല്ലാണ്ട് സിനിമയെ പോലെ അശ്ലീലമോ അതിനകത്ത് വൃത്തികേടോ അല്ലെങ്കിൽ ബലാത്സംഗം മറ്റത് മറിച്ചത് അങ്ങനത്തെ കുറവാണ്, സ്വാഭാവികമായിട്ടില്ല. അവർ ചേഷ്ടകളെല്ലാം കുറവാണ്. ഇപ്പം നമ്മൾ എത്രയോ മലയാള പടം കാണാൻ ഇറക്കുന്ന പടങ്ങളുണ്ട്, അത്ര ഇതൊന്നുമില്ല. കുടുംബ സദസ്സുകളെ പിടിക്കാനുള്ള പല വേലകളും അവർ കാണിക്കും. ആയിക്കോട്ടെ, അത് നടന്നോട്ടെ. അത് പ്രേംകുമാർ പറഞ്ഞതിനോടും വിയോജിപ്പൊന്നുമില്ല. ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുണ്ട്. ഇനി 2-3 കാര്യങ്ങൾ അതിനകത്ത്. ഒന്നാമത് ഈ സെൻസർ വേണം, സെൻസർ ചെയ്യും, അത് നടപ്പിലാക്കും എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ അധികാരം? ഇത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള സെൻസർ ബോർഡ്. ഞാനും ഒരു മുൻകാല സെൻസർ ബോർഡ് അംഗമായിരുന്നു. അപ്പം ഇത് തീരുമാനിക്കപ്പെടേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരൊന്നും ഹിന്ദിയിലും ഇവിടെ ഒന്നും ഒരിക്കലും നിൽക്കത്തില്ല അതിനു വേണ്ടി. ഹിന്ദിയിലൊക്കെ വലിയ ബിസിനസ്സാണ് ഇത്, ഈ സീരിയൽ എന്ന് പറയുന്നത്. അവരാണ് ഈ വലിയ വീട്ടിനകത്ത് അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒരുങ്ങി ഭയങ്കര ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ദോഷം ഇടുന്നവരെ കാണിക്കുന്നത്. അപ്പോൾ അത് അവരെ ഒന്നും പിടിച്ച് പെട്ടെന്ന് അവരെയൊക്കെ പെട്ടെന്ന് നിർത്തിലാക്കലൊന്നും സെൻട്രൽ ഗവൺമെൻറ് ചെയ്യില്ല ഒരിക്കലും. അത് കാരണം ഉത്തരേന്ത്യൻ ലോബി മുഴുവനുണ്ട് ഇതിനകത്ത്. പിന്നെ അതിവിടെ നടപ്പാക്കണം, കേരളത്തിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ നിങ്ങളുടെ അക്കാഡമിയിലുണ്ട്. അതിലുള്ള ആദ്യത്തെ വിഷയം ഞാൻ പറഞ്ഞത്, ശ്രീവിദ്യ എന്ന് പറയുന്ന മലയാളികളെ ഏറ്റവും നെഞ്ചിലേറ്റിയ ഒരു നടിയാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത്, അവർ എന്തെല്ലാം കഷ്ടപ്പെട്ട് വെയിലും മഴയും എല്ലാം കൊണ്ട് ലൈറ്റിൻ്റെ മുമ്പിൽ നിന്നുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും അവർ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു. ഗണേഷ് കുമാറും ഈ ശ്രീവിദ്യയുടെ വീട്ടുകാരും തമ്മിലുള്ള വിഷയത്തിൻ്റെ പുറത്ത് ഗണേഷ് കുമാർ എന്ത് ചെയ്തു? ഇതെല്ലാം കൊണ്ട് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. ഇനി ഞാൻ ഇതിൽ ഇടപെടില്ല, നിങ്ങൾ ചെയ്തോന്ന് പറയും. അത് അങ്ങനത്തെ വീണ്ടും ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്നപ്പം ഈ ഫയൽ വന്നപ്പോൾ ഗണേഷ് കുമാർ അത് തൊടത്തില്ലെന്ന് പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു ഈ ഫയൽ. മുഖ്യമന്ത്രി എന്ത് ചെയ്ത് ഈ സിനിമ ഇവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആരെ? ഈ പ്രേംകുമാറിന്റെ പ്രേംകുമാർ ഇതുണ്ടല്ലോ, എന്താണ് അതിന് പറയുന്നത്, അവരുടെ അക്കാഡമിയെ ഏൽപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചപ്പം ഇത് ഞാൻ ഈ ഫയലിൽ തൊടത്തില്ലെന്ന് പറഞ്ഞ് ഗണേഷ് മാറ്റി. ശരി, ഗണേഷ് പോയി. ഗണേഷ് ഇപ്പോൾ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. ഇവർക്കത് ചെയ്യാം. അവരുടെ ആഗ്രഹം നടപ്പാക്കേണ്ട ഒരു ചുമതല ഇവർക്കില്ലേ? എന്നെ ഫണ്ടിന്റെ ആവശ്യമുണ്ടോ? അവരുടെ സ്വത്തുക്കൾ കണ്ടവരാൻ കിടക്കുന്നു. അവരുടെ മദ്രാസിലെ വീടിലെ സ്ഥിതി ഇപ്പോൾ അറിയാവോ? നിങ്ങൾ തിരക്കണം. അത് അവർ കൊടുത്തിരുന്ന കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന മദ്രാസിലെ വീട് ഇപ്പം ഇങ്ങുണ്ടാക്കി മറ്റേ ടാക്സുകാരെ കൊണ്ട് നോട്ടീസ് അടിച്ചിട്ട് വെച്ചിട്ട് പോയിരിക്കുക. എത്ര കോടികൾ അടക്കണം, 1 കോടി രൂപ അടുത്ത് അടക്കാനുണ്ടെന്ന് പറയും. എത്രയോ വർഷമായിട്ട് ടാക്സും ഇല്ല. അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ഡ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അടിച്ച് ജപ്തി പോലെ ഇട്ടിരിക്കുക. അവിടെ ഓരോന്നും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവര് അതൊക്കെ എടുത്ത് ഒന്ന് പ്രാവർത്തികമാക്കണ്ടേ? പ്രേംനസീർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വലിയ സംഭവം ഉണ്ടാക്കി ബുക്കൊക്കെ പ്രസിദ്ധീകരിച്ചു. ഈ അദ്ദേഹം അന്ന് AK ബാലൻ ഇതായിട്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹം നല്ലപോലെ ചെയ്തു വന്നു. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ അതങ്ങ് ഇട്ട് കളഞ്ഞു, അതിൻ്റെ പുറത്തങ്ങ് കയറി കളഞ്ഞു. അപ്പോൾ ശ്രീവിദ്യയുടെ പുറത്ത് കയറി അടയിരിക്കുന്ന പോലെ മറ്റു കാര്യങ്ങൾ ചെയ്തു. മാത്രമല്ല ഇവിടെ ഈ ക്ഷേമനിധി ബോർഡ് എന്നൊരു സംഭവമുണ്ട്. അത് സാധാരണ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതിയാണത്. ആ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ്, അത് കൊടുക്കുന്നില്ല. എത്ര പേരാണ് കണ്ണീരോടെ കഴിയുന്നത് അത് കിട്ടാതെ? 4000 രൂപ പെൻഷനുള്ളതാണ്, അത് കൃത്യമായിട്ട് വരുന്നില്ല, മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്നു. അതിനെപ്പറ്റിയൊന്നും പറയാതെ സീരിയലിനെല്ലാം ഉടനെ തന്നെ നമുക്ക് നിരോധനം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ സെൻസർ വെക്കണം ഒക്കെ പറയുമ്പോൾ നമുക്കത് അതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളില്ലേ? ഇപ്പം അതുകൂടാതെ വലിയൊരു വിവാദം ഉണ്ടാകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഈ നമ്മുടെ KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഒരു 160 കോടി രൂപയാണ് ഇപ്പൊ കിഫ്ബിന്ന് ഇതെടുത്തിരിക്കുന്നത്. ഏത് ലോൺ എടുക്കുന്നത്? എന്തിനാണ്? ക്യാമറ വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട്. 40% കമ്മീഷനുള്ളവരെല്ലാവർക്കും അറിയാം ഇത് മേടിച്ചാൽ. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം ഇത് മേടിക്കാം. അത് മേടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. കാരണം 1,60,00,000 160 കോടിയുടെ 40% എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു,
അവർക്കിപ്പോഴും അതിനൊക്കെയാണ് താല്പര്യം കൂടുതൽ. ഈ മാതിരി ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഈ സീരിയലിൻ്റെ പുറകെ കൂടേണ്ട കാര്യമാണ്. ഒരുപാട് പേര് ജീവിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? ഒരുപാട് ജീവനക്കാർ ജീവിക്കും. ഇപ്പോൾ ഈ ചാരായം നിരോധിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഒരുപാട് പേര് അതിനകത്ത് ജീവിക്കുന്നുണ്ട്, ചാരായം വിറ്റ് കഴിയുന്നവർ, അതിൽ തൊഴിലാളികൾ, അതിൽ ഗ്ലാസ് കഴിയുന്നവർ, അവർക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഗവൺമെൻറ് വേറെ ജോലി കൊടുത്ത് പരിഹരിച്ചു, മറ്റേ ഇതിലൊക്കെ കൊടുത്തു കുറേ പേർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിഹാരം ഉണ്ടാക്കി ഇതിനൊക്കെ. ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചെയ്യും, അത് ചെയ്യും. ഉത്തരേന്ത്യൻ ലോബികൾ അവിടെ കിടക്കുന്ന സമയത്ത് പോയിട്ട് ഇത് സെൻസറിങ് നടക്കണം, ഇത് പറ്റത്തില്ല. അവർ കാണിക്കുന്ന സാധനമാണ് ഇവിടെ കൊണ്ട് കാണിക്കുന്നത്. അല്ലാണ്ട് ഇവര് പുതുതായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ തനി കേരളീയമായിട്ടെല്ലാം കുറവാണ്, വളരെ കുറവാണ്. ശരിയല്ലേ? അല്ലാണ്ട് നമ്മുടെ മഹത്തായ നോവലുകളോ അല്ലെങ്കിൽ വലിയ വലിയ എഴുത്തുകാരുടെ കഥകളോ ഒന്നും എടുത്ത് സീരിയൽ ചെയ്യുന്നില്ല. അവർക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റേ രീതിയാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു, അത് കാണുന്നു. വേണ്ടത്തവർക്ക് കാണാതിരിക്കാം. ഞാൻ പറയുന്നത് അത് പറഞ്ഞോ, പക്ഷെ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നില്ല. ഇതൊക്കെ ചെയ്. ശ്രീവിദ്യയുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചുകൂട്. നിങ്ങൾ പറഞ്ഞ നാളെ പ്രേംകുമാർ പറയുമ്പോൾ ആളുകൾ പറയും, മനസ്സിലിരിക്കും, ആ പ്രേംകുമാർ വന്നുകൊണ്ടാണ് അത് നടത്തത്, വളരെ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയാം, അല്ലേ? അല്ലാണ്ട് കയ്യടി മേടിക്കാൻ അത് എന്നൊക്കെ പറയുന്നത് യോജിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ അന്നം മുടക്കിയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യും നിങ്ങൾ, അല്ലാണ്ട് കമ്മീഷൻ മേടിക്കുന്ന കാര്യത്തിലോട്ടല്ല പോകേണ്ടത്. ആദ്യം അതിനെതിരെ ഞാൻ പ്രതികരിക്കും, അത് ചെയ്തിരിക്കും, അത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർത്തമാനകാലത്തെ ചില കാര്യങ്ങളിൽ കൂടെ ഞാൻ ഇടപെടും, പറയുകയും ചെയ്യും. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ കളയാം. പക്ഷെ ഇതെല്ലാം സത്യമായിരിക്കും എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ പറയത്തില്ല, എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത്രയും വയസ്സായി, ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ജീവിതത്തിൻ്റെ അങ്ങ് അറ്റത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തിന് കള്ളവും പറഞ്ഞ് കുറേ കാര്യങ്ങൾ നേടിയിട്ട് പോകും. പറയേണ്ടത് നമ്മൾ പറയും, സത്യങ്ങളായിരിക്കും പറയുക, ഉറപ്പായിട്ടും. അതിൽ സത്യത്തിൻ്റെ കണികൾകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഒന്നും ചേർക്കില്ല. ഇത് പറഞ്ഞതല്ല, നിങ്ങൾ മീഡിയക്കാരല്ലേ, പരിശോധിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് 160 കോടി എടുക്കുന്നുണ്ടോ നോക്ക്, അതിന് എത്ര % കമ്മീഷൻ കിട്ടുമെന്ന് തിരക്കി നോക്ക്. ക്യാമറയൊക്കെ വാങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമറയൊക്കെ ഉള്ളതല്ലേ. എത്ര രൂപ വേണമെങ്കിലും എഴുതി തരത്തില്ല എൻ്റെ വില, അല്ലേ? കോടികളുടെ സാധനങ്ങളാണ് വാങ്ങുന്നത്. വാങ്ങട്ടെ, നല്ല കാര്യം. പക്ഷെ അതൊക്കെ നേരായ ചൊവ്വ മാർഗത്തിലൂടെ അല്ല പോകുന്നത്. കോൺഗ്രസിൽ ഒരു നല്ല ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, സാംസ്കാരിക. അതെ അല്ലേ? അതെ, രാഷ്ട്രീയം എൻ്റെ കോൺഗ്രസ്സാണ്, ഞാൻ അതിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോൾ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന കൺവീനറുമാണ്. പുതുതായിട്ട് എന്നെ നിയമിച്ചിട്ടുണ്ട്. CR മഹേഷാണ് MLA ആണ് അതിൻ്റെ ചെയർമാൻ, ഞാൻ കൺവീനറും. പക്ഷേ ഞാൻ മറ്റവർ നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് ചെയ്തെന്ന് തന്നെ പറയും. അല്ലാണ്ട് അവരെ രാഷ്ട്രീയം വെച്ചിട്ട് അവർ ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ എന്തെങ്കിലും വേണ്ട, കാണിക്കണ്ടേ? ഇത് ഞാൻ എങ്ങനെ പറയും? രാഷ്ട്രീയം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഇയാൾ തല്ലിയതാണ്, അത് ചെയ്തു പോയി. അപ്പോൾ അതിനൊക്കെ തിരുത്താൻ ഇനിയും സമയമുണ്ട്, പ്രായശ്ചിത്തം ചെയ്താൽ. വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം മാത്രം വെച്ചിട്ട് ഒരാളെ ആക്രമിക്കത്തുമില്ല, പറയത്തുമില്ല. നിങ്ങൾ അതാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. KSFDCയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. വലിയ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങളുള്ള സംഭവങ്ങളാണ് അതൊന്നും ഇല്ലാതാക്കി കളയുന്നത്. അവർ ആൾക്കാർക്ക് എത്രയോ പേരുടെ ജീവിതങ്ങൾ, എത്രയോ പേരുടെ കയറി വരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ സിനിമാ രീതികൾ എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം തുടങ്ങും, കാശ് കുറേ ആക്കും, ചിലവാക്കും, നശിപ്പിക്കും. അപ്പോൾ കണ്ടതും കേട്ടതുമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരിക. താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒത്തിരി കഥകളുണ്ടാകാം. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രേംനസീറിൻ്റെ ഉൾപ്പെടെ, അല്ലേ, ഒരു കാലഘട്ടത്തിൽ സിനിമാ ഇതിനകത്ത് ഈ പുതിയ തലമുറയൊന്നും എന്നെ അറിയില്ലായിരുന്നു പലർക്കും. ഞാൻ കാരണം അന്നത്തെ ഇതിലാണ് ഞാൻ നസീർ സാറിനെ വെച്ച് 3 സിനിമ സംവിധാനം ചെയ്ത ആളാണ്. പല ഭാഷയിലും ഞാൻ സിനിമയും എടുത്തിട്ടുണ്ട്. തമിഴിൽ ഇപ്പം MGR നഗർ, ഈ ഹരിഹർ നഗറിൻ്റെ റീമേക്കൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ആളുകൾ അയ്യോ ഇതൊക്കെ നിങ്ങളാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അന്നും നന്മയുടെ കൂടെ എപ്പോഴും ഞാൻ നിൽക്കുന്ന ഒരാളാണ്, അതിനോടൊപ്പം ഉണ്ടാവും. MGRനെയൊക്കെ നേരിട്ട് MGRനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ബന്ധമൊന്നുമില്ല അല്ലേ? തമിഴിൽ ഏറ്റവും ബന്ധം ആരുമായിട്ടായിരുന്നു? തമിഴിൽ ഒരുപാട് ആളുകളായിട്ട് എനിക്ക് ബന്ധമുണ്ട്, നടന്മാരും നടികളൊക്കെ ആയിട്ട്. പുതിയ ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു പലരും. അതൊക്കെ പിന്നീട് കഥകളായിട്ട് പറയാം. എന്നോട് പറയില്ല, നിങ്ങളുടെ യൂട്യൂബിലൂടെ അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം യൂട്യൂബിലൂടെ പറയുള്ളൂ, നമ്മുടെ അടുത്ത് പറയില്ല. പറയാനാണെങ്കിൽ ഒത്തിരി ഞാൻ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സംഭവങ്ങൾ എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പുറകെ പോവില്ല. പിന്നെ നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയും ഞാൻ വന്ന്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ ചാനലിൽ കൂടെ അവൻ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതിനെ തുടർന്ന് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞത്.
എൻ്റെ ജീവിതാനുഭവം അത് കഴിഞ്ഞു. ഇനി അടുത്ത സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ ഒരു വിഷയം വന്നപ്പോൾ താങ്കൾ ഒത്തിരി ചാനലുകാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും വിളിക്കും ഭയങ്കരമായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ വരും എന്നൊക്കെ, ആളുകൾ ഇത്രത്തോളം എടുക്കും എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ആ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ആ വില മനസ്സിലാക്കി, സ്നേഹം, അദ്ദേഹത്തിനുള്ള സ്നേഹം മനസ്സിലാക്കി, ജനങ്ങൾക്കുള്ള സ്നേഹം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.